മഹാമാരിയുടെ ആശങ്ക വിട്ടൊഴിഞ്ഞപ്പോൾ മറ്റൊരു വൈറസ് ചൈനയിൽ പടരുന്നതായി കണ്ടെത്തൽ. കോവിഡ് ആദ്യം റിപ്പോർട്ട് ചെയ്ത ചൈനയിൽ 5 വർഷത്തിന് ശേഷം മറ്റൊരു ആരോഗ്യ പ്രതിസന്ധി. കോവിഡ് പൊട്ടിപ്പുറപ്പെട്ട സമയത്തുണ്ടായ ആശങ്കകൾ തന്നെയാണ് ചൈനയിൽ നിലനിൽക്കുന്നത്. അജ്ഞാത വൈറസ് അതിവേഗം പടർന്നു പിടിക്കുകയാണ്. കോവിഡിന് സമാനമായ രോഗലക്ഷണങ്ങൾ തന്നെയാണ് ഇവിടെ കണ്ടെത്തിയത്. ശ്വാസകോശത്തെ ബാധിക്കുന്ന അണുബാധയാണ് ഹ്യൂമൻ മെറ്റാപ് ന്യൂമോ വൈറസ് അഥവാ HMPV. വൈറസ് ബാധയേറ്റ് മരണം സംഭവിച്ചതായും റിപ്പോർട്ടുണ്ട്. ഇൻഫ്ലുവൻസ എ, മൈക്കോപ്ലാസ്മ, ന്യൂമോണിയ തുടങ്ങി മറ്റു രോഗങ്ങളും പടരുന്നത് ചൈനയുടെ ആരോഗ്യ സംവിധാനത്തിന് വെല്ലുവിളിയാണ്. പുതിയ വൈറസിന്റെ വ്യാപനത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ലോകം മുഴുവൻ പടരുകയാണ്. പകർച്ചവ്യാധിയുടെ കൂടുതൽ വശങ്ങൾ ഇപ്പോഴും വ്യക്തമല്ല. രോഗത്തെ എങ്ങനെ നിയന്ത്രിക്കാമെന്നതിലും വ്യക്തതയില്ലാത്തത് ആരോഗ്യ പ്രവർത്തകർക്കിടയിൽ ആശങ്ക കൂട്ടുന്നു. കുട്ടികളിൽ ന്യൂമോണിയ പടരുന്നതും ആശങ്ക പരത്തുന്നുണ്ട്. എല്ലാ പ്രായത്തിലുള്ള ആളുകൾക്കും വൈറസ് ബാധിക്കും. പ്രത്യേകിച്ചും ചെറിയ കുട്ടികൾ, പ്രായമായവർ എന്നിവർക്കാണ് രോഗം കൂടുതലായും ബാധിക്കുക. ചുമ, പനി, ശ്വാസമുട്ടൽ എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങളെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. എന്നാൽ ചിലർക്ക് ജലദോഷത്തിന് സമാനമായ ലക്ഷണങ്ങൾ മാത്രമേ കാണൂ. ഒരു RNA വൈറസാണ് HMPV. ന്യൂമോ വിരിയുടെ കുടുംബത്തിലെ മൈറ്റന്യൂമോ വൈറസ് വർഗത്തിൽപ്പെട്ടത്. ശ്വാസകോശ അണുബാധയുള്ള കുട്ടികളിൽ നിന്നുള്ള സാമ്പിളുകൾ പഠിക്കുന്നതിനിടെ 2001 ഡച്ച് ഗവേഷകരാണ് HMPV വൈറസ് ആദ്യമായി കണ്ടെത്തുന്നത്. ഈ വൈറസ് 6 പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്നുണ്ട്. ശ്വാസകോശ സംബന്ധമായ രോഗത്തിന് കാരണമായി ലോകം മുഴുവൻ ഈ വൈറസ് വ്യാപിച്ചിട്ടുണ്ട്. ആശുപത്രികളെല്ലാം രോഗികളെ കൊണ്ട് നിറയുന്നതായാണ് വിവരം. രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട്. ഉറവിടമറിയാത്ത ന്യൂമോണിയ കേസുകൾക്കായി നിരീക്ഷണ സംവിധാനം ചൈന ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശൈത്യകാലത്തും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ഉയരാനും സാധ്യതയുണ്ട്. ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും പുറത്തുവരുന്ന കണികളിലൂടെയാണ് വൈറസ് പടരുന്നത്. രോഗബാധിതരായ വ്യക്തികളുമായുള്ള അടുത്ത സമ്പർക്കത്തിലൂടെയും മലിനമായ ചുറ്റുപാടുകളുമായുള്ള സമ്പർക്കത്തിലൂടെയും രോഗം പകരാം. 3 മുതൽ 5 ദിവസം വരെയാണ് വൈറസിന്റെ ഇൻക്യുബേഷൻ. HMPV രോഗത്തിനെതിരെയുള്ള ശരീരത്തിന്റെ പ്രതിരോധശേഷി ദുർബലമാണ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.